നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വെറും ഗ്യാരണ്ടിയല്ല, നടപ്പിലാക്കുന്ന ഗ്യാരണ്ടി എന്ന് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. 26-ാം തീയതി നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്രത്തിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രസംഗം ആരംഭിച്ചത്. ഇരുട്ടുമാറി സൂര്യനുദിച്ച് താമര വിരിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ജൂൺ 4-ന് അത് കേരളത്തിലും സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങളുടെ വികാരം, അത് വോട്ടായി മാറുന്നതിന്റെ ഫലം, ആ ഫലം ജൂൺ മാസം 4-ാം തീയതി പുറത്തു വരുമ്പോൾ അത് ഞാൻ പറഞ്ഞ വാക്കുകൾ അന്ധകാരം അകലും, സൂര്യൻ ഉദിക്കും, താമര വിരിയും എന്നുള്ള അടൽജിയുടെ വാക്കുകൾ, ആ വാക്കുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. BJP പുറത്തിറക്കിയത് വെറും പ്രകടന പത്രികയല്ല, വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത സങ്കല്പ പത്രമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. BJP പ്രകടന പത്രികയല്ല പുറത്തിറക്കുന്നത്, BJP പുറത്തിറക്കുന്നത് സങ്കല്പ പത്ര. എന്താ സങ്കല്പ പത്രം എന്ന് പറഞ്ഞാൽ? സങ്കല്പ പത്രം എന്നുള്ള ഹിന്ദി വാക്കിന്റെ അർത്ഥം പ്രതിജ്ഞാപത്രമാണ്. അതായത് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങളിത് നടപ്പിലാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രഖ്യാപനങ്ങളല്ല, പ്രവൃത്തിയാണ് പ്രധാനം. വാഗ്ദാനങ്ങളല്ല, ആ വാഗ്ദാനങ്ങൾ പാലിക്കലാണ് പ്രധാനം. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര പദ്ധതികളെ പിണറായി വിജയൻ സ്വന്തം പടം വെച്ച് വിതരണം ചെയ്യുകയാണെന്നാണ് വിമർശനം. യുവാക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത നാടായി കേരളം അധപ്പതിച്ചു. പഠിക്കാൻ വിട്ടാൽ SFIക്കാർ തല്ലിക്കൊല്ലും, ജോലിക്ക് പോയാൽ DYFIക്കാർ ബോംബെറിഞ്ഞ് കൊല്ലുമെന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിയെന്നും വി മുരളീധരൻ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.